ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റമദാൻ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. നല്ല ഈസി റെസിപ്പീസും വെറൈറ്റി റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, വിശേഷങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനിപ്പോൾ അസ്ർ നമസ്കാരത്തിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ സമയം ഒരു 4:30 കാണിച്ചു തരാം. 4:30 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ആക്കാനുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മൾ സാധാ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം ഇങ്ങനെ പോകും. ഞാൻ ഡോറിലൊക്കെ ആ ഒരു വെൽക്കം ഇതൊക്കെ വെക്കാം, അതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 10-20 മിനിറ്റ് അങ്ങനെ പോയതാണ് കേട്ടോ. ഇതെന്താണെന്നറിയോ, ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട്, വീട്ടിൽ പോയില്ലേ ജംഷി, വീട്ടിൽ പോകുന്ന വീഡിയോ ഒന്നും എടുക്കലില്ലേ എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടുള്ള കുറച്ച് ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടും നിങ്ങളതൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നോമ്പ് തുടങ്ങുന്നതിന് തലേ ദിവസം അന്നാണ് കേട്ടോ പോയിട്ടുണ്ടായത്. ഞാനും ഏട്ടത്തിയും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. പിന്നെ നോമ്പായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോക്കും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ടൊന്ന് ആങ്ങളെൻ്റെ അടുത്തും വീട്ടിലും ഒക്കെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ എത്തിയിട്ട് കുറച്ച് സമയമൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ച് ഇപ്പം ഉപ്പാൻ്റെ കുറച്ച് കൃഷി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ചീരയും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് നട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പണ്ട് കാണിക്കുന്ന പോലെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും നട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണേ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വേണം, ചെറിയ ആങ്ങളുടെ വീട് കുറച്ച് അപ്പുറത്താട്ടോ, ഇവിടെ നിന്നൊരു 10 മിനിറ്റ് പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് വണ്ടി കിട്ടിയിട്ട് പോയിട്ടൊക്കെ വേണം. അപ്പോൾ ഇനി മാരുഭാഗത്തേക്ക് നമുക്ക് വീട്ടിലേക്കും എത്തണം കേട്ടോ. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടും ഉണ്ട്. ഇതെന്താണെന്നറിയോ, ഇത് എന്താ പറയുക, വെറ്റിലയാണ് കേട്ടോ. അപ്പം ഞാനിത് ഇവിടുന്ന് പറിച്ചിട്ട് കല്യാണിച്ചേക്ക് കൊണ്ടു കൊടുക്കലുണ്ട് കേട്ടോ നമ്മളെ. അപ്പം അങ്ങനെ ഇന്ന് ഇപ്പം അതൊന്നും പറിക്കാനൊന്നും നിന്നിട്ടില്ല, ഒന്നിനും സമയമില്ല. ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഉപ്പ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. വീടിൻ്റെ കുറച്ച് ആ മുൻഭാഗത്ത്, നമ്മൾ മതിൽ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ആ ഒരു ഏരിയയിൽ കുറച്ച് പച്ചമുളക്, ചീര ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുരങ്ങ് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറേ പച്ചക്കറി കളികളും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് കോളിഫ്ലവറാന്ന് തോന്നുന്നു ലീഫ് കണ്ടിട്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്താണ് കേട്ടോ പച്ചമുളക് ഉള്ളത്. അപ്പോൾ പച്ചമുളകൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഏടത്തിയും ഉപ്പയും ഉമ്മയും കൂടെ വന്നതാണ്. ഇത് തീർന്നു കേട്ടോ, ശരിക്കും ലാസ്റ്റാണ്. ഇപ്പം പിന്നെയും ഉണ്ടാവുമല്ലോ പച്ചമുളക്, ആ ഒരു ഘട്ടം എത്തിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരു തവണ കുറച്ച് മുന്നേ വന്നപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര എരിവില്ല, ഒരു പാകത്തെ എരിവേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. മറ്റേത് ഒരു ഭയങ്കര എരിവുള്ള മുളകൊക്കെ ആകുമ്പോൾ നമ്മൾ കറിയിലേക്കൊക്കെ ഒരു പച്ചമുളകൊക്കെ ഞാനിടുള്ളൂ കേട്ടോ. ആ ഒരു കുത്തൽ എരിവ് നമുക്കിഷ്ടമല്ല. അപ്പോൾ എരിവ് കുറഞ്ഞതായതുകൊണ്ട് വലിയ പ്രശ്നമല്ല, നമുക്ക് ഉപ്പേരിയിലേക്ക് ഒരു 2 ഒക്കെ അങ്ങനെയൊക്കെ ഇടാമല്ലോ. പിന്നെ മാത്രമല്ല, ഞാനവിടെ നെല്ലിക്കയും മാങ്ങയും ഉപ്പിലിട്ടിട്ടില്ല. അപ്പോൾ അതിലേക്ക് എനിക്ക് പച്ചമുളക്, കുറച്ചധികം പച്ചമുളക് ഇടണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറിക്കുന്നത് കേട്ടോ. പിന്നെ മേലെ കുറച്ച് മേലെയായിട്ട് ഉപ്പ
ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയിലും കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു, കുറച്ച് അധികം തന്നെ ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷെ ഇപ്പോൾ തീർന്നല്ലോ, അങ്ങനെ മരം ഉണങ്ങിയിട്ട് അതിലൊരു 4-5 ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ പോയിട്ട് പറിച്ചു വന്നു. അതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് പറിക്കുന്നത്. ലൈറ്റിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം വൈകുന്നേരമായി മഴ ഇങ്ങനെ തുള്ളിയിടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രശ്നമല്ല, മഴ തുള്ളിയിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ വേഗം പറിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കാം. അന്ന് നമ്മൾ എന്താ പറയുക, ചെന്നിട്ട് വേണം കേട്ടോ ഇനി തറാവിക്ക് പോവാൻ, തറാവി നിസ്കരിക്കാൻ നിൽക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഒരു സമാധാനത്തിൽ കുറച്ച് സമയം എവിടെയും നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഓടി കാരണം അന്നത്തെ ദിവസം എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടത്തി ഒരു 2:30 ആയപ്പോൾ ഏട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട് എന്താ പറയുക ഒരുക്കുന്ന വീഡിയോ ഇട്ടില്ലേ, അത് ഇന്നാണ് കേട്ടോ ഞാൻ ഇട്ടത്. അതായത് ആ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസം അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 4 മണിക്കാന്ന് തോന്നുന്നത് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അത്രയും സമയം വൈകിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാരണം കൊണ്ട് വൈകിയതാണ് വീഡിയോ ഇടലും കാര്യങ്ങളൊക്കെ ആയപ്പം. എന്നാലും പ്രശ്നമൊന്നുമില്ല, ഇനി ചെന്നിട്ടൊന്നുമില്ല, എല്ലാം ക്ലീനാണ്. നമുക്ക് നേരെ തറവ് നിസ്കരിക്കാനൊക്കെ നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. നാളെ അടുത്ത ദിവസം പിന്നെ നോമ്പല്ലേ. അങ്ങനെ നോമ്പിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി കുറച്ച് ചീരയും കൂടെ പറിക്കുന്നുണ്ട്. നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാമല്ലോ, ഉപ്പേരി വെക്കുക, താളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ നോമ്പിന്. നല്ല പച്ചച്ചീര കേട്ടോ. ഇത് കണ്ടപ്പോൾ കൊതിയായി ശരിക്കും. പണ്ട് നമ്മളെ വീട്ടിൽ നമ്മളെ ആ തോട്ടത്തിൽ വെറുതെ ഉണ്ടാവുമായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നില്ല, എന്താണെന്നറിയില്ല. അതാ ഇനി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചതാണ് കേട്ടോ നിങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അത് ഞാൻ കുറച്ച് കറികൾക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉപ്പിലിടാനുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് ആക്കട്ടെ. പിന്നെ ചീരയൊക്കെ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ വാഴത്തട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പാൻ്റെ വാഴ തന്നെയാണ്. അപ്പോൾ അതും അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക്, ഞാൻ അധികം സ്പൈസി അല്ലാത്ത പച്ചമുളക് ആയപ്പോൾ അത് കുറച്ച് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നെല്ലിക്കുണ്ട്, കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട്, എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങാം. മാങ്ങേൻ്റെ കൂടെ നെല്ലിക്കേൻ്റെ കൂടെ ഞാൻ ക്യാരറ്റ് ഇടും കേട്ടോ. കാരണം ആ ഒരു നെല്ലിക്കേൻ്റെ ഭയങ്കരമായിട്ടുള്ള പുളി ഒന്ന് കുറക്കും കേട്ടോ. മാത്രമല്ല ക്യാരറ്റ് ഇങ്ങനെ ഉപ്പിലിട്ട് ക്യാരറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഞാൻ നെല്ലിക്കേനേക്കാളും കൂടുതൽ കഴിക്കുക ക്യാരറ്റ് കേട്ടോ. പിന്നെ ഇവിടെ ഇതൊക്കെ കഴിക്കുക ഞാൻ തന്നെയാണ്, റഫിക്കൊക്കെ കുറവാണ്. അപ്പോൾ വല്ലപ്പോഴും ഒന്ന് കഴിച്ചാലായി, അത്രയേ ഉള്ളൂ. എനിക്കിഷ്ടമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇതൊന്നും ഉണ്ടാക്കലില്ല. നോമ്പൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു രസമല്ലേ, ആരെങ്കിലൊക്കെ വന്നാലും കഴിക്കാം, നമുക്കും കഴിക്കാം, അങ്ങനെ വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ആക്കി വെച്ചിട്ട് കാണാൻ തന്നെ നല്ല രസമല്ലേ. പച്ചമുളക് ഇങ്ങനെ എനിക്ക് കാന്താരിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ പച്ചമുളക് ഉപ്പിലിട്ടിട്ട്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മദ്രസിൽ പോകുന്ന കുട്ടികളായിരിക്കുന്ന സമയത്ത് മദ്രസിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് കൊണ്ടുത്തരും, അവരെ വീട്ടിലുണ്ടാക്കിയത് നമുക്ക് കൊണ്ടുത്തരും. ഇങ്ങനെ ഉപ്പിലിട്ട് മുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുത്തരും. അന്നൊക്കെ ഈ അച്ചാറ് പുളി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ക്രേസുള്ള സമയമല്ലേ. അതൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒരു കൊതി വരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാനിപ്പോൾ ഇടുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. മുളകൊന്നും നമ്മളോട് ഉപ്പിലിടാനൊന്നും അങ്ങനെ ഒന്നും സമ്മതിക്കില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായതുമല്ലേ, അപ്പം അങ്ങനെ ഞാൻ ഇടുകയാണ്. പിന്നെ കുറേയധികം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനീഗറാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. നെല്ലിക്കയിലേക്കൊക്കെ പച്ചമുളകിലേക്കാണ് കുറച്ചധികം ഒഴിച്ചിട്ടുള്ളത്. നെല്ലിക്ക പിന്നെ പുളിയുള്ള ഐറ്റം ആണല്ലോ. അപ്പോൾ തിളപ്പിച്ചാറിയ ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് നെല്ലിക്കയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പച്ചമുളകിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം, നോർമൽ തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. വിനാഗിരി ഒഴിച്ചു. നെല്ലിക്കയിലേക്ക് ഒരു 2-3 സ്പൂണ് വിനീഗർ മതി കേട്ടോ, കേടൊന്നും വരില്ല. നമ്മൾ ശ്രദ്ധിച്ചെടുത്താൽ മതി, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ അത് സെറ്റായിട്ട് ഇനി മാങ്ങയും കൂടെ ഇങ്ങനെ തന്നെ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. മാങ്ങയിൽ ഞാൻ പിന്നെ ഒന്നും ചേർത്തിട്ടില്ല, പച്ചമുളക് കട്ട് ചെയ്തിട്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി സമയമല്ല, ഓൾറെഡി ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് ബീഫാണ്. എനിക്ക് നോമ്പിൻ്റെ ഫസ്റ്റ് ദിവസം എന്തായാലും ബീഫ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു യെല്ലോ കറി ഇല്ലേ, ആ ഒരു കറി കേട്ടോ, എൻ്റെ ഉമ്മാൻ്റെ ഡിഷാണത്. അപ്പോൾ അതാണ്. അതിലേക്ക് ഒരു സവാള, ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ട് കൊടുത്തോ, ഇല്ല ഇട്ട് കൊടുത്തോ, ഒരു ചെറുതെങ്കിലും ഇട്ട് കൊടുത്തോ, കാരണം ആ ഒരു കറിക്ക് അത് ടേസ്റ്റ് കൊടുക്കും.
അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മസാലസ് കുറവാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ, ഹാഫ് ടീസ്പൂണ് വേണ്ട അത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാനിപ്പോൾ ഇവിടെ വലിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയേ. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കില്ല, തക്കാളിയും ഒന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അരപ്പിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത്രയും വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം, അതായത് ബീഫൊക്കെ വെന്ത് നമ്മൾ കിഴങ്ങ് വിട്ടതല്ലേ ഒക്കെ വെന്ത് വരാനുള്ളൊരു വെള്ളം ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോ. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ബീഫ് വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അരപ്പും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മളെ കറി സെറ്റ്. ഇതിലേക്ക് വറുത്തൊഴിച്ച് ഒഴിക്കേണ്ടതോ അങ്ങനത്തെ ഒരു കറിയല്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ബീഫിലാണ്. നിങ്ങൾക്ക് ചിക്കനിലും മട്ടനിലും ഒക്കെ ചെയ്താൽ ഏതിലായാലും നല്ല ടേസ്റ്റ് തരുന്നൊരു കറിയാണ് കേട്ടോ ഇത്. പത്തിരിയിലേക്കും എല്ലാ ഡിഷിലേക്കും നല്ല കോമ്പിനേഷൻ, ഗീ റൈസിലേക്കും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നൊരു സൂപ്പർ കറിയാട്ടോ. ഞാൻ മുന്നേ നമ്മൾ നോമ്പിന് ഞാൻ റെസിപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് പുതിയ വ്യൂസ് ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കണ്ടു നോക്കാം. നമ്മൾ ഒരുപാട് സ്നാക്സ് റെസിപ്പീസും അതുപോലെ തന്നെ വെറൈറ്റി ഐറ്റംസും എല്ലാം നമ്മൾ റമദാനിലും അല്ലാണ്ടെയും എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കാം. കറി റെസിപ്പിയും എല്ലാം ഉണ്ടാവും കേട്ടോ. ഇനി ഇന്ന് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നൈസ് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഞാൻ വേറൊന്നും എടുക്കൂല കേട്ടോ. നൈസ് പത്തിരി, ബീഫ്, ഇതാണ് ശരിക്കും ഞാൻ ഉണ്ടാക്കൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റമദാൻ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കൽ നൈസ് പത്തിരി ബീഫ് വറുത്തരച്ച കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഒരു കറി ഉണ്ടാക്കണം എന്ന് തോന്നി. അങ്ങനെ നൈസ് പത്തിരി പരത്തലും ചുടലും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പത്തിരി പരത്തിയത് കുറച്ചധികം എന്നല്ല, ഒരു കപ്പും, അതായത് ഒരു 1/4 കിലോനും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് പുലർച്ചെ കഴിക്കാനുള്ളതും കൂടെയാണ്. നോമ്പ് തുറന്നിട്ടും അതുപോലെ തന്നെ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കൂലേ, അപ്പോൾ റഫീക്ക് ചോറ് വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നാൽ എത്ര ദിവസത്തിനാണെന്നറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പത്തിരി ഇങ്ങനെ പരത്തിയിട്ട്, അതായത് ഇപ്പം ഞാൻ പൊടി ഇടുന്നില്ല, പക്ഷെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനുള്ളത് പൊടി ഇട്ടിട്ട് ഇങ്ങനെ തട്ടിയതില്ലേ, പ്രസ്സിലാക്കിയിട്ട് പൊടിയിട്ട് തട്ടിയിട്ട് ബോക്സിലാക്കിയിട്ട് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ ഒരു ബോക്സിൽ. എന്നാൽ അത് രാവിലെ എണീറ്റിട്ട് ചൂടോടെ നമ്മൾ ചുറ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ള പത്തിരി കഴിക്കാമല്ലോ. ഇപ്പം തന്നെ ചുട്ട് വെക്കുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള മാത്രമാണ് ഇപ്പോൾ ചുട്ട് വെക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഏകദേശം ഇത്ര മതി. അതൊന്ന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം കഴിക്കുമല്ലോ. അപ്പോൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമ്മളെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു അരപ്പും കൂടെ ഉണ്ടാക്കാം. പച്ച തേങ്ങ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ എപ്പോഴും തേങ്ങ ചരുകി വെക്കലുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കിച്ചണിലേക്കൊക്കെ വൈകി വരാനുള്ള കാരണം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തേങ്ങയിലേക്ക് ഒരു 2-3 വെളുത്തുള്ളിയും ഒരു 3 ചെറിയ ഉള്ളിയും, പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതാണ് ഇതിലേക്ക് ഇടേണ്ടത്. പക്ഷേ റഫീഖയ്ക്ക് കൂടെ ചെറിയ ജീരകം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വലിയ ജീരകമാണ്, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തു കേട്ടോ. ചെറിയ ജീരകം ഇടുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. അതാണ് ഇതിന് ചേർക്കേണ്ടത്. ശരിക്കും ഇത് മട്ടനിലാണ് കേട്ടോ ഈ ഒരു കറി എൻ്റെ ഉമ്മ ഉണ്ടാക്കൽ. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതിൽ ഞാൻ എക്സ്പേർട്ടായി ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ബീഫെല്ലാം വെന്ത് വന്നു. അതിലേക്ക് തേങ്ങ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പാകാക്കി കൊടുക്കുക, ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കറി റെഡിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം. നമ്മൾ ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് അതും കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് വറവിട്ടെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ കറി റെഡി ആയിക്കിട്ടു കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിയില അത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുത്താൽ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാട്ടോ. ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ, കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തോ കേട്ടോ. ഞാനിപ്പോൾ വിട്ടുപോയി, എന്നിട്ട് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഒരു ലൈറ്റ് യെല്ലോ ആട്ടോ ഈ കറി ഉണ്ടാവുക. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത്. അപ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു നല്ല രസമുള്ളൊരു കറിയായിരിക്കും. ഈ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ. വൈറ്റ് അല്ല, എന്നാൽ ഒരു ലൈറ്റ് യെല്ലോ ആ ഒരു ഇതിലുണ്ടാവുക കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. കടിയും നമ്മളെ കറിയും റെഡി ആയിട്ടാണ്. ഇനി ഒരു
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഓയിലൊന്നും ഫ്രൈ ചെയ്യാത്ത നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമുക്കും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമാകുന്നൊരു സ്നാക്സ് ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ പീസസ് എടുത്തോട്ടോ. ഒരു വലിയ പീസ് ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എണ്ണയിലിട്ടിട്ടൊന്നും പൊരിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെ എല്ലാം ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. 2 ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയം അത്രയും മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്നാക്സ് റെസിപ്പിയൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പോള ഐറ്റംസും എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചു, അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ഗീ ചേർത്ത് കൊടുത്താലും മതി. ഇനി അതും അല്ലെങ്കിൽ ഓയിൽ എടുത്തോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ. എന്നിട്ട് 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ എല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണേ. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒരുപാട് സമയമല്ല. ഒന്ന് ആ ഒരു മൈദേൻ്റെ റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കുന്ന ഒരു അളവിനാണ് പാലെടുക്കുന്നത്. നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാം അളവും കുറച്ചെടുത്തോ കേട്ടോ. 1 ടീസ്പൂൺ മൈദ, 1/2 കപ്പ് പാൽ അങ്ങനെയൊക്കെ എടുത്തു. ഞാനിപ്പോൾ 1 കപ്പ് ഒരു ഫുള്ളായിട്ട് പാലെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 കപ്പിൻ്റെ അളവാണ്, അതുകൊണ്ടാണ് 2 കപ്പ് ഒഴിച്ചത്. മൊത്തം 1 കപ്പ് അളവ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അളവ് കുറക്കുമ്പോൾ ഇതെല്ലാം പകുതിയാക്കിയിട്ടെടുത്തോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൈദ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തിക്കാക്കി എടുക്കരുത്, അതിൽ കട്ട കെട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. മൈദ ഒന്ന് കുക്കായി കിട്ടാൻ വേണം. അപ്പോൾ ഇത് കണ്ട പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലാക്കി കിട്ടും. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്നും ഞാൻ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇതാ 2 സ്ലൈസ്ഡ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തു. അതൊന്ന് മെൽറ്റായതിന് ശേഷം ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ബട്ടറിലൊക്കെ നല്ലോണം ഉപ്പുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് വരും കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ എടുത്ത് വെച്ച ചിക്കനില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഞാൻ. നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ പിച്ചെടുത്താലും മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞു പോകരുത്. നമ്മൾ സമൂസയിലേക്കൊക്കെ ഫില്ലിങ് ഉണ്ടാക്കുന്നത് പോലെ പൊടിഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളി നമുക്കൊരു ചിക്കൻ്റെ ഒരു ക്രീമി ഫില്ലിംഗ് ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് ചതച്ചതില്ല അത് ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒരുപാടല്ല. അതാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത്, ക്രഷ്ഡ് ചില്ലി. അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ക്രീമിൽ ഇത് ഈ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങളിത് എടുത്ത് വെച്ചതിന് ശേഷം ഒന്നുകൂടെ ടൈറ്റ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ലൂസാക്കി എടുക്കരുത്. ഇനി നമുക്കൊരു ഡിപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബട്ടർ മെൽറ്റാക്കിയതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ ബന്നിൻ്റെ മുകളിലൊന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് എടുത്താലും മതി കേട്ടോ. ഇതിനൊക്കെ ഇല്ലെങ്കിൽ മാത്രം ഓയിലെടുക്കുക. കാരണം ആ ഒരു ബട്ടറിൻ്റെയും നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് അതെന്തായാലും ഓയിലിന് കിട്ടൂലല്ലോ, അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കാണ്ടൊന്നും ഇരിക്കണ്ട കേട്ടോ, ഒന്നും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് ആ ക്രീമി ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടും. ആ ഒരു പാലിൻ്റെ മിക്സൊക്കെ ചെയ്താൽ തന്നെ മതി. ഇനി ഇതാ ഞാനൊരു 4 ബന്ന് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ബന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യുന്നില്ലെങ്കിൽ 2 എണ്ണമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി അളവ് എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യുക. അടിഭാഗം കട്ട് ചെയ്ത് പോകരുതേ. ഇതുപോലെ ഇങ്ങനെ 4 പീസസ് ആവില്ലേ, അതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കുക, മുറിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ബന്നും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ, ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ ഈ ഒരു ക്രീമില്ലേ അതൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. സ്പൂൺ വെച്ച് ആക്കി കൊടുത്താലും മതി. ഇനി നിങ്ങൾക്ക് ഞാൻ കയ്യിലൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ പാലിൻ്റെ കവറില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ക്രീമാക്കിയിട്ട് ആക്കി കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ഈസി ആവും, അത്രയേ ഉള്ളൂ. സ്പൂൺ വെച്ചാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ആ മുറിച്ച 2 ഭാഗമല്ല ആ ഭാഗത്ത് അങ്ങനെ വിടർത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ക്രീം നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്രീം തന്നെയാണ് ഈ ബന്നിന് നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ
നമുക്ക് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്ത നല്ല കിടിലൻ സ്നാക്സ് ആട്ടാ കിട്ടുക. പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഇതിപ്പോൾ വലിയ ബന്നാണ് കിട്ടിയത്. എനിക്ക് ചെറിയ ബന്നില്ലേ, നമുക്ക് നെസ്റ്റോലൊക്കെ ഇവിടെ ചെറിയ ബന്ന് കിട്ടും. ആ ചെറിയ ബന്നാണെങ്കിൽ നല്ലതാട്ടോ, നമുക്കൊരു വൈറ്റിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോമ്പ് തുറ അങ്ങനെ ഇഫ്താർ പാർട്ടിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ബന്നിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റുള്ള ബന്നും കൂടെ എടുത്തോ. നോർമൽ ബന്നും കുഴപ്പമില്ല, പക്ഷെ ഒന്നുകൂടെ സോഫ്റ്റ് ആകുമ്പോൾ അത്രയും നല്ലതാണേ. പിന്നെ നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ ബന്നിലും അതുപോലെ ചെയ്തു. ഇനി ഇതും ഓപ്ഷണലാണ്. കുറച്ച് മൊസറല്ല ചീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ക്രീം ആക്കി വെച്ചില്ലേ, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ എല്ലാത്തിലേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഇത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് കാണാനൊക്കെ ഉള്ളൊരു ലുക്ക് അത്രയേ ഉള്ളൂ. അതിങ്ങനെ ആയി വരുമ്പോൾ ഒരു ഭംഗിയാണ്. പിന്നെ ചീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം കേട്ടോ, അത്രയും മാത്രം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലും അത്യാവശ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ നമ്മൾ ആ മെൽറ്റാക്കി വെച്ച ബട്ടറിൻ്റെ മിക്സ് ഇല്ലേ, മല്ലിയിലും കൂടെ ചേർത്തേ, അത് ഇതിൻ്റെ മുകളിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എല്ലാ ഭാഗത്തും ബന്നിൻ്റെ മുകൾ ഭാഗത്ത് മൊത്തം ആക്കി കൊടുക്കണം. ആ ചീസിൻ്റെ ബന്നിൻ്റെ ഒക്കെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് ആക്കി കൊടുക്കുക. ആ ഒരു വെളുത്തുള്ളീൻ്റെ ഫ്ലേവറും മല്ലിയിലെയും ബട്ടറും കൂടെ വരുമ്പോൾ അല്ലേ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒക്കെ വരിക. മൊത്തം ആ ബന്നിന് ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെയ്യണേ. ഞാനിപ്പോൾ അതിൽ ഒന്ന് ഓയിൽ തടവി കൊടുത്തു. എൻ്റെ കയ്യിൽ ആ ബട്ടറിൻ്റെ ബ്രഷ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഓയിലാക്കി കൊടുത്താലും മതി, ഒന്ന് ബ്രഷ് ചെയ്താൽ മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മൾ പാന് ചൂടായ പാന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ബൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു ചീസ് മെൽറ്റാവുന്ന ഒരു ടൈം അത്രേ വെക്കൊണ്ടുള്ളൂ കേട്ടോ. 2-3 മിനിറ്റ് അപ്പോഴത്തേക്കും റെഡി ആയി കിട്ടും. അടിയൊന്നും കരിയുന്നവരേ നിങ്ങൾ വെക്കരുത് കേട്ടോ, അത്രയും സമയം മതി, അതൊന്ന് മെൽറ്റാവുക അത്രേ വേണ്ടുള്ളൂ. പിന്നെ ഓവനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഓവനിലൊന്ന് ബേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് റെഡി ആയി കിട്ടും. ഞാനിപ്പോൾ എല്ലാവരും ഓവനില്ലാത്തവരൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓവനിൽ ചെയ്യാതിരുന്നത് കേട്ടോ, പാനിൽ തന്നെ കാണിച്ചത്. അപ്പോൾ നമ്മളെ നല്ല അടിപൊളി സ്നാക്സ് റെഡിയായി കിട്ടി. ആ ഒരു ചീസ് മെൽറ്റായി വന്നിട്ടില്ല, അത്രയും മതി. അപ്പോഴത്തേക്കൂല്ലേ നമ്മളെ ബന്ന് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനൊരു ഭംഗിക്ക് ഞാൻ കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്പൈസിയും കാര്യങ്ങളൊന്നും ഒരുപാട് സ്പൈസി ഒന്നും ആവില്ല കേട്ടോ. ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഇത്രയൊന്നും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ജ്യൂസ് ആക്കുന്നത് ഇളനീർ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇളനീറിൻ്റെ കാമ്പ് ഞാൻ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കലാണ്ട്. കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കാര്യം പഞ്ചസാര ഇല്ലാതെ ജ്യൂസ് കുടിക്കണം എന്നാണ് ഈ ഒരു നോമ്പിനും മാക്സിമം പഞ്ചസാര കുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. റഫീക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ സമയമാകുമ്പോൾ പഞ്ചസാര വേണ്ടി വരും. എന്നാലും ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ ലൈറ്റായിട്ട് എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ജ്യൂസും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ എല്ലാ ഫുഡ് ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ ഞാൻ വേഗം ബാക്കിയുള്ള ക്ലീനിങ്ങും കൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഞാനിതാ നിങ്ങൾ അപ്പുറത്ത് കാണാൻ നിൽക്കുക. അപ്പോൾ ആവുന്ന കഴുകുന്നുണ്ട്. ഇപ്പോൾ ആയത് കുറച്ചും കൂടെ ഈ ഒരു 1-2 പാത്രങ്ങളും കൂടെ ഉള്ളൂ കേട്ടോ. അതും കൂടെ ഒന്ന് കഴുകി മാറ്റട്ടെ.
ഇനിയിപ്പോൾ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ റഫീക്ക് വന്നിട്ടില്ല കേട്ടോ, ഇപ്പോൾ വരും. നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്ത് ഒന്ന് ടേബിളിലേക്ക് റെഡിയാക്കിയിട്ട് വെക്കാം. എന്നിട്ട് വേണം എനിക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കാൻ കേട്ടോ. ഭയങ്കര വൃത്തികേടൊന്നുമില്ല, ഞാൻ അപ്പോൾ ക്ലീനാക്കി ഉണ്ടാക്കുമ്പോൾ തന്നെ ക്ലീനാക്കി പോകുന്നുണ്ട് കേട്ടോ, ഓരോരോ ഭാഗങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാനുള്ളതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം കൂടെ കഴുകിയിട്ട് അവിടെ ക്ലീൻ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് നമ്മൾ പപ്പായ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കറക്റ്റ് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അപ്പുറത്ത് ഞാൻ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്തേക്ക് അതും കൂടെ റെഡി ആവട്ടെ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് മുന്തിരി. നല്ല മധുരമുണ്ട് കേട്ടോ ഇപ്പോൾ കിട്ടുന്ന ബ്ലാക്ക് മുന്തിരിക്ക്. അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ പ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് 4:30ക്കാണ് വന്നത്. എന്നിട്ട് ആ ഉപ്പിലിടലും പച്ചക്കറി അരിയിലും കട്ടിങ്ങും അതൊക്കെ എക്സ്ട്രാ വന്ന സംഭവമല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വൈകിട്ടാണ്. അല്ലെങ്കിൽ എനിക്കൊരു 10-15 മിനിറ്റ് എല്ലാം ടേബിളിലെല്ലാം കൊണ്ടുവച്ചിട്ടും കിട്ടലുണ്ട്. കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ഇപ്പോൾ ഫസ്റ്റ് നോമ്പിന് നമുക്കൊരു എല്ലാവരും ഒരു ഹറിബറി ആവൂലേ, മൊത്തത്തിൽ ഒരു ഓർഡർ കിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അടുത്ത വരുന്നതിനനുസരിച്ച് അതങ്ങ് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി ഒന്ന് കിച്ചണും കൂടെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. കാര്യം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എന്നാലും ഉണ്ടാവും പാത്രങ്ങളൊക്കെ, നമ്മൾ സെർവ് ചെയ്ത പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എന്നാലും ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മളെ സിങ്ക് നിറച്ച് പാത്രങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ആകെ മൊത്തം പ്രശ്നമായിരിക്കും. എന്താ പറയുക, പിന്നെ മടി വരും, വേറൊന്നുമല്ല, ഭയങ്കര മടി വരും. കാരണം ഇനി നമുക്ക് തറാവീഹ് നിസ്കാരത്തിന് പോകണം, മഗ്‌രിബിൻ്റെ സമയത്തുള്ള ഓതൽ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ആണ് കേട്ടോ ഇനി. അപ്പോൾ അതിനൊക്കെ ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ എല്ലാം ചെയ്തു പോയാലേ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറും പണിയിലായിപ്പോവും, വെറും ഫുഡ് ഉണ്ടാക്കലും വെറും പണിയിലും വെറും കിച്ചണിലും ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ കിച്ചണിലേക്ക് വരാതിരുന്നത്. കാര്യം അസ്ര നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ഓറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടൈം നമസ്കാരവും ഓതാനും എല്ലാം കിട്ടുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ നേരത്തെ കിച്ചണിൽ വന്നാൽ അത്രയും സമയം എന്തായാലും നമ്മൾ ഓടിപ്പടിഞ്ഞ് വേഗം ആക്കും. കുറേ ആളുകളിലോടത്തൊന്നും അതൊന്നും നടക്കില്ല കേട്ടോ, ഞാൻ പറയാം. പക്ഷേ എന്തായാലും നമ്മൾ സെറ്റാക്കും. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് വന്നാലും ഇപ്പോൾ വന്നാലും എല്ലാം കണക്കായിട്ട് എനിക്ക് തോന്നി. കാരണം കുറേ സമയം നിന്ന് പിന്നെ രാത്രിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കാലുവേദനയും അങ്ങനെയൊക്കെ തോന്നലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ വിചാരിച്ചത്. എന്നാലും എക്സ്ട്രാ ഒക്കെ ഉണ്ടാക്കുന്ന കുറച്ചൊക്കെ കൂടുതൽ ആരെങ്കിലുമൊക്കെ ഉള്ള സമയത്തൊക്കെ നേരത്തെ വരേണ്ടിയൊക്കെ വരും കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ മാത്രമാകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ആക്കിയിട്ട് ഒക്കെ റെഡിയാക്കാമല്ലോ. പിന്നെ ഞാൻ ഓയിലി ഇല്ലാത്ത എണ്ണയിൽ പൊരിക്കേണ്ടാത്ത സ്നാക്സാണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ പറയാം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനത്തെ സ്നാക്സ് ഐറ്റംസൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾ പറയുക. ഹെൽത്തി ആയിട്ട് നമ്മൾ മക്കൾക്ക് എന്തായാലും അവർക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അവർ ചില കുട്ടികൾ, നമ്മളെ ചെറിയ മക്കൾ നോമ്പെടുക്കുന്നതേ അവർ സ്നാക്സ് കഴിക്കാൻ വേണ്ടി, ഇന്നെന്താ വൈകുന്നേരം ഉണ്ടാക്കുന്നത്, നാളെ അത് ഉണ്ടാക്കി തരുമോ, അങ്ങനെയൊക്കെയല്ല അവർ ചോദിക്കുക കുട്ടികളുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ അവരെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അല്ലേ. ഇവിടുത്തെ ചെറിയ കുട്ടി റഫീഖയാണ് കേട്ടോ. റഫീഖ് പറയും ഈ നോമ്പിന് നമുക്ക് സ്നാക്സേ വേണ്ട, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയാം, മധുരേ വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് പിന്നെ ചോദ്യമാണ് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിക്കോട്ടോ, എന്തെങ്കിലും ഒന്ന് മതി, എന്തെങ്കിലും ഒന്ന്. നമ്മൾ ഈ 6 മണിക്ക് എന്താ ഉണ്ടാക്കുക, എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും പറയുക. അപ്പോൾ പിന്നെ ഞാൻ ആദ്യമേ വിചാരിച്ചു വേണ്ട, ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓടിപ്പടിഞ്ഞ് ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ എന്തായാലും നിർബന്ധമാണ് കേട്ടോ, എന്തെങ്കിലും ഒരൈറ്റെങ്കിലും എന്തായാലും ഉണ്ടാക്കണം. അങ്ങനെയാണ് നമ്മൾ മക്കളുടെ വീട്ടിലൊക്കെ അവർക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് ഹെൽത്തി മീൻസ് ഓയിലൊന്നും ഫ്രൈ ചെയ്യാത്ത ഐറ്റംസൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തട്ടിക്കൂട്ട് പിസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ എണ്ണയിലിട്ടെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് അവരെ എന്താ പറയുക, മക്കളെ സോപ്പടിച്ച് നമ്മൾ റമദാനിൻ്റെയും അതുപോലെ നോമ്പിൻ്റെ ആ ഒരു ഇതൊക്കെ കൊണ്ടുവന്ന് പതുക്കെ അവരെ നോമ്പൊക്കെ ഫുള്ളായിട്ട് എടുക്കുന്ന രീതിയിലേക്ക് നമ്മളവരെ മാറ്റിയെടുക്കണ്ടേ നമ്മളെ മക്കളെ.
മാഷാ അല്ലാ ഇപ്പൊക്കെ മക്കൾ പണ്ടത്തെ നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഉള്ള പോലെയൊന്നുമല്ല കേട്ടോ. കുഞ്ഞു മക്കൾ ഇപ്പം നമ്മൾ ഹവ്വയും തനു തന്നെ തനുവെല്ലാം ഫുള്ള് നോമ്പെടുക്കും, ആ രീതിയിലാണുള്ളത്. അപ്പോൾ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ, ഇന്ന് ഫസ്റ്റ് നോമ്പൊക്കെ. അപ്പോൾ അങ്ങനെയാണ്, മക്കളൊക്കെ ഭയങ്കര ബെറ്ററാണ്. നമ്മൾ ചെറുതായ പോലെയുള്ള കളികളൊന്നും മക്കൾക്കില്ല. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്തു, നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തു, നമ്മൾ നോമ്പ് തുറക്കൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് കണ്ട സ്നാക്സ് കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ക്രീം ഫില്ലിങ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഹൈലൈറ്റ്. നല്ല ടേസ്റ്റാണ്. എന്നാലും ഉണ്ടാക്കാനും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിയാനും പറ്റും കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റഫീഖ പറയുമായിരുന്നു ചെറിയ ബന്ന് കിട്ടണം, ചെറിയ ബന്നിൽ ഉണ്ടാക്കിയാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും, കാണാനും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, ഒന്നുകൂടെ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരങ്ങളാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ 11 മണിക്ക് റമദാനിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ, കുറച്ച് വൈകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നുപോയി പോരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.